റിയൽ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിലേക്കാണ്. ഈ ചേച്ചിയുടെ കടയിൽ നിന്ന് ഒരു അടിപൊളി ചായയൊക്കെ കുടിച്ചു നമുക്ക് ഹാർബറിലേക്ക് പോവാം. ചായ കുടി കഴിഞ്ഞ് നമ്മൾ ഹാർബറിലേക്ക് എൻട്രൻസ് ചെയ്യാൻ പോവാണ്. ഹാർബറിൻ്റെ ഇരുഭാഗങ്ങളിലും വണ്ടികൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ മീൻ എടുക്കുവാൻ വന്നിട്ടുള്ളതാണ്. ഫിഷിംഗ് ബോട്ടുകൾ മുടക്കായതുകൊണ്ട് ഹാർബറിൽ നല്ല റഷുണ്ട്. നമ്മൾ വള്ളം എടുക്കുന്ന കടവിലേക്കാണ് പോകുന്നത്. എന്തെല്ലാം മത്സ്യങ്ങളുണ്ടെന്ന് നമുക്ക് കാണാം. കറിക്ക് വേണ്ടി മീൻ വാങ്ങാൻ വരുന്നവർ ധാരാളമുണ്ട് കൂട്ടത്തിൽ. അവർ 2-3 ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. കൊട്ടയിൽ കൊഴുവ മത്സ്യമാണ്, അതായത് നത്തോലി എന്നും പറയും. നല്ല തിരക്കാണ്. വള്ളത്തിൽ നിന്ന് കൊട്ടയിൽ കൊഴുവ അല്ലെന്നുണ്ടെങ്കിൽ നത്തോലി കോരി ലേല സ്ഥലത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഹെലികോപ്റ്റർ ഇവിടെ വട്ടം ചുറ്റുന്നുണ്ട്. ഇന്ന് ഈ കൊഴുവ എന്ന് പറയുന്ന മത്സ്യമാണ് കൂടുതലും. മറ്റുള്ള മത്സ്യങ്ങൾ വളരെ കുറവാണ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആൾക്കാർ ജീവിക്കുന്നുണ്ട്. കൂടുതലും ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകൾ ഇവിടെ കൈക്കുഞ്ഞുങ്ങളുമായി വന്ന് ഓരോ വള്ളത്തിൻ്റെ അടുത്തും ചെന്ന് ഇവർ മീൻ കളക്ട് ചെയ്യും. എന്നിട്ട് വിറ്റ് കാശ് മേടിക്കും. വിറ്റ് കാശ് മേടിക്കുന്നത് സേവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. വൈകുന്നേരം ഏതെങ്കിലും ബീവറേജിൻ്റെ വാതൊക്കെ ചെന്ന് അവിടെ നിന്ന് കള്ള് മേടിച്ച് കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും വെച്ചാൽ പതിവാണ്. കോടിക്കണക്കിന് രൂപയാണ് ഈ മേഖലകളിൽ മറിയുന്നത്. ട്രാൻസാക്ഷൻ കൂടുതൽ നടക്കുന്നത് ഇതുപോലുള്ള മേഖലകളിലാണ്. വള്ളക്കാർ എല്ലാം വരുന്നുണ്ടെങ്കിലും ചില വള്ളക്കാർക്കേ ഉള്ളു പണി. ചിലർക്ക് പണി വളരെ മോശമാണ്. അപ്പോൾ അവർക്ക് ഇന്നത്തെ എണ്ണയുടെയും അതുപോലെ ചിലവ് കാശ് നഷ്ടമാണ്. അതുകൊണ്ട് ഈ നത്തോലി 50 രൂപ റേറ്റിനാണ് ഇന്ന് ലേലം.
അതായത് 1 കിലോ കൊഴുവയ്ക്ക് 50 രൂപയാണ്. ഞങ്ങളിവിടെ കൊഴുവയ്ക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. ഐസ് ചെയ്ത് കൂടുതലും ഇവിടെ നിന്ന് തമിഴ്നാട് ഭാഗങ്ങളിലേക്കാണ് ഫിഷിന് വേണ്ടിയാണ് പോകുന്നത്. പിന്നെ കുളിക്കാൻ നമ്മൾ വളർത്തിന് വേണ്ടി പോകുന്നതാണ്. പ്രോസസ് ചെയ്യുന്നുണ്ടായിരുന്നു ഐസ് ചെയ്ത് അതിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ്. പങ്കെടുക്കുന്നു കാരണത്തിൽ നമ്മൾ മോശമായിട്ടുണ്ടാകും. അപ്പോൾ റിയൽ ലൈഫ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വള്ളത്തിൽ നിന്നും മീൻ കൊട്ടയിലേക്ക് കോരി ഏല സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ചുമട്ടുകാർ, അത് കൂടാതെ ഇങ്ങനെ വക്കറ്റുമായിട്ടൊക്കെ കുറേ ആൾക്കാരൊക്കെയുണ്ട്. ഇവർ കളക്ട് ചെയ്ത് വിറ്റ് കാശ് മേടിക്കും. മിക്കവരും ഇത് സേവ് ചെയ്യില്ല. കൂടുതലും പേര് വെള്ളം അടിക്കാനാണ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്. തമിഴ്നാട്ടുകാർ ഇവരൊക്കെ വന്ന് പല വള്ളംകളിയിൽ നിന്നായി മീൻ വാങ്ങി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വിറ്റ് കാശ് മേടിക്കും. അപ്പോൾ ഇവർക്ക് യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളെക്കാൾ കൂടുതൽ പൈസ ഇവർക്ക് കിട്ടും. ഇവർ മിക്കവാറും ഏതെങ്കിലും സ്ഥലങ്ങളിൽ വന്ന് ടെൻഡ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.